നമസ്കാരം. ഓപ്ഷൻ ട്രേഡിംഗിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് ITM, ATM, OTM. പല തുടക്കക്കാരും പ്രീമിയം കുറവാണെന്ന് കരുതി OTM അഥവാ ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യാറുണ്ട്. എന്നാൽ മാർക്കറ്റ് ഒന്ന് അനങ്ങിയാലും എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഓപ്ഷന്റെ വില കൂടാതെ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓപ്ഷൻ ട്രേഡിംഗിൽ ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ട്രൈക്ക് സെലക്ഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ITM, ATM ആൻഡ് OTM. ഉദാഹരണത്തിന് നിഫ്റ്റി ഇപ്പോൾ 22,000 നിൽക്കുമെന്ന് കരുതുക. ATM അഥവാ അറ്റ് ദ മണി ഓപ്ഷൻ മാർക്കറ്റിനോട് ഏറ്റവും അടുത്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്, ഉദാഹരണത്തിന് 22,000 സ്ട്രൈക്ക് പ്രൈസ്. ITM അഥവാ ഇൻ ദ മണി ഓപ്ഷൻ, അതായത് മാർക്കറ്റ് ഇതിനോടകം കടന്നുപോയൊരു വില, ഇതിന് പ്രീമിയം കൂടുതലായിരിക്കും. കോൾ ഓപ്ഷനിൽ 21,900, 21,800, അതായത് മാർക്കറ്റ് വിലയ്ക്ക് താഴെ. പുട്ട് ഓപ്ഷൻ 22,100, 22,200, അതായത് മാർക്കറ്റ് വിലയ്ക്ക് മുകളിൽ. OTM അഥവാ ഔട്ട് ഓഫ് ദ മണി, മാർക്കറ്റിംഗ് എത്താൻ പോകുന്ന ഒരു വില, ഇതിന് പ്രീമിയം കുറവായിരിക്കും, പക്ഷെ റിസ്ക് ഉണ്ട്. കോൾ ഓപ്ഷനിൽ മാർക്കറ്റ് വിലയ്ക്ക് മുകളിൽ, അതായത് 22,100, 22,200. പുട്ട് ഓപ്ഷനിൽ മാർക്കറ്റ് വിലയ്ക്ക് താഴെ, അതായത് 21,800, 21,900. തുടക്കക്കാർ എപ്പോഴും ATM അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ITM തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം മാർക്കറ്റ് ചെറുതായൊന്ന് അനങ്ങിയാൽ പോലും ഈ ഓപ്ഷനിൽ ചലനമുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഓപ്ഷൻ ട്രേഡിംഗ്. പക്ഷെ അത് കറക്റ്റായ രീതിയിൽ അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ നമ്മുടെ പണം മുഴുവൻ നഷ്ടമാകും. ഒരു കറക്റ്റായ ടെക്നിക്കൽ അനലൈസിസ് സിസ്റ്റം ഉണ്ടെങ്കിൽ കറക്റ്റായ ട്രേഡുകൾ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം കറക്റ്റായി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം അറിയാൻ താല്പര്യമുണ്ടോ? എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ.